ഇന്നത്തെ റെസിപ്പി നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ 4 മണി പലഹാരത്തിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് 3/4 കപ്പിന് കുറച്ച് താഴെയായിട്ട് ശർക്കരപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ച് ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഇപ്പോൾ ഈ ഒരു ശർക്കരപ്പൊടി അത്ര വലിയ മധുരമില്ലാത്ത ശർക്കരപ്പൊടിയാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് സാധാരണ ശർക്കര പൊടിച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര തന്നെ വേണ്ടി വരില്ല. ഇനി ഇതിലേക്ക് വേണ്ടത് അത്യാവശ്യം നന്നായിട്ട് തന്നെ പഴുത്തിട്ടുള്ള 2 ചെറിയ നേന്ത്രപ്പഴമാണ്. വലുതാണെങ്കിൽ 1 തന്നെ മതിയാവും. ഇനി ഇത് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ച് വെച്ചിട്ടുള്ള പഴം വേറൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനിയൊരു ബൗളെടുത്ത് അതിലേക്ക് 1/2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയും 1/2 കപ്പ് അളവിൽ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പഴത്തിൻ്റെ ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പഴത്തിൻ്റെ മിക്സ് ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് നേരത്തെ ഉരുക്കി മാറ്റി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഇത് ചൂടൊന്നുമില്ല, ഏകദേശം ഒരു ചെറിയ ചൂട് മാത്രമേ ഉള്ളൂ, നല്ല ചൂട് വേണമെന്നൊന്നുമില്ല. അപ്പോൾ പാകത്തിന് മധുരമൊക്കെ നോക്കിയിട്ട് പാകത്തിന് ശർക്കരപ്പാനി ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ പഴത്തിൻ്റെ മധുരം അനുസരിച്ച് ശർക്കരപ്പാനിയുടെ അളവിൽ വ്യത്യാസം വരുത്തുകയും ചെയ്യാം. കുറച്ചൊരു ലൂസായിട്ടുള്ള ബാറ്ററായിട്ടാണ് വേണ്ടത്. ഒരുപാട് നല്ല ഓവർ കട്ട് ചെയ്തിട്ട് പോകരുത്, എന്നാൽ ഒരുപാട് ലൂസായിട്ട് പോവുകയും ചെയ്യരുത്. ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. മിക്സാക്കി എടുക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി എല്ലാം കൂടി ചേർത്ത് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ചെറിയൊരു ലൂസായിട്ടുള്ള ബാറ്ററാക്കി എടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചിരകിയത് ചേർക്കുന്നതിന് പകരമായിട്ട് തേങ്ങാക്കൊത്ത് ഒന്ന് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടൊന്ന് വറുത്തിട്ട് ബ്രൗൺ കളറാക്കിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സാധാരണ പൊടിച്ചെടുത്തിട്ടുള്ളതായാലും കുഴപ്പമൊന്നുമില്ല. കൂടെ തന്നെ നന്നായിട്ടൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ചളവിൽ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ബാറ്റർ വേണ്ടത്. അപ്പോൾ ചെറിയൊരു കട്ടിക്കാണ് നമ്മുടെ ബാറ്റർ ഉള്ളത്. ഇനി ചുട്ടെടുക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നേരെ തന്നെ ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഇത് ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ കോരി ഒഴിച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഉണ്ണിയപ്പച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഓരോ കുഴിയിലേക്കായിട്ട് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. മാവ് ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഒഴിച്ച് കൊടുക്കുക. എന്നാൽ മാത്രം കറക്റ്റായിട്ട് പൊങ്ങി നല്ല ഷേപ്പായിട്ട് കിട്ടുകയുള്ളൂ. പിന്നെ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്തെടുക്കാം. പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടും. ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചും മറിച്ച് വിട്ടിട്ട് 2 ഭാഗവും കളറൊക്കെ മാറി ഉൾഭാഗമൊക്കെ നല്ല കറക്റ്റായിട്ട് വെന്ത് കറക്റ്റായിട്ട് ഷേപ്പായിട്ട് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. ഗോതമ്പൊടിയും പഴവും ശർക്കരയൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഓയിൽ ഒരുപാട് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ കൂടുതൽ ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഉണ്ണിയപ്പച്ചട്ടിയിലാകുമ്പോൾ ഒരു കറക്റ്റ് ഷേപ്പായിട്ട് കിട്ടുകയും ചെയ്യും, കാണാനൊരു വൃത്തി ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ബാക്കിയുള്ളതും ഇതേ രീതിയിൽ ചുട്ടെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.